ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പാലക്കാട് മാധ്യമങ്ങളെ കാണുന്നു തത്സമയത്തിലേക്ക്. ഈ വിദ്യാഭ്യാസം വരുന്നത് 1976 42-ാം ഭരണഘടനാ ഭേദഗതിയോടുകൂടിയാണ് നടപ്പിലാക്കിയത്. അപ്പോൾ ഈ കരിക്കുലം തീരുമാനിക്കുന്നത് അത് സംസ്ഥാന സർക്കാർ. കേന്ദ്രം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ വൊക്കേഷണൽ കോഴ്സുകൾ തുടങ്ങണം. 6-ാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് ഇൻറ്റേൺഷിപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ഏതെങ്കിലും ഉൽപ്പാദന കേന്ദ്രത്തെ അവരെ കൊണ്ടേ കാണിക്കണം. അവരതിനെപ്പറ്റി എഴുതും. അവർ ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ അവരൊന്നും ചെയ്യില്ല. 9-ാം ക്ലാസ് തൊട്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് അത് തുടങ്ങണം. 12-ാം ക്ലാസ് ആകുമ്പോഴത്തേക്കും ഒരു ജോലി ചെയ്യാനുള്ള നോളജ്, അറിവ് ഈ കുട്ടിക്കുണ്ടായിരിക്കും. ഒന്ന് സ്വയം തൊഴിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലി കിട്ടുകയാണെങ്കിൽ ചെയ്യാനുള്ള. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെ നടപ്പിലാക്കണം, അതായത് ഇങ്ങനെയുള്ള ഡയറക്ഷൻ മാത്രമേ കൊടുക്കുകയുള്ളൂ കേന്ദ്രത്തിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഈ കരിക്കുലം തീരുമാനിക്കുന്നത് അത് സംസ്ഥാന സർക്കാരുകളാണ്. കൺകറൻ്റ് ലിസ്റ്റിലാണ്. അത് സംസ്ഥാനത്തിന് അധികാരമുണ്ട്. അത് കാലാകാലമായിട്ടുള്ളതാണ്. അതിൻ്റെ അകത്തൊക്കെ ചിന്താക്കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എനിക്ക് 6 മണിക്ക് ഫ്ലൈറ്റാണ്. ആ ആ ആ ഇല്ല, അല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയും. ഞാൻ ഈ നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ വന്നതാണ്. ബാക്കിയുള്ള സംഘടനാ കാര്യങ്ങൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയും. അതായത് ഈ കേരളത്തിലെ മാധ്യമ ധർമ്മം നടപ്പിലാക്കുന്നതിൻ്റെ അടിസ്ഥാനമാണ് റിപ്പോർട്ടർ ചാനൽ. ആ റിപ്പോർട്ടർ ചാനലിൻ്റെ മുമ്പിൽ മുട്ടിൽ നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ മുട്ടിൽ നിൽക്കുകയാണ്. ആ ധാർമ്മിക അടിത്തറയുടെ മുമ്പിൽ മുട്ടിൽ നിൽക്കുന്നു. നന്ദി, നമസ്കാരം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പാലക്കാട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. തത്സമയമാണ് നമ്മൾ കണ്ടത്.